ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു പുതിയൊരു പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമേ. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാന്റാണ്. കുറേ നാൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഇപ്പോഴാണിത് കിട്ടിയത്, ഒരിടത്തുനിന്ന് കിട്ടി. കണ്ട, ഇതാണ് പ്ലാന്റ്. ഇതിൻ്റെ പേര് നെപ്പന്താസ് എന്ന് പേരുണ്ട്, ഇരപിടിയൻ പ്ലാന്റ് എന്നും പേരുണ്ട്, പിക്ചർ പ്ലാന്റ് എന്ന്, അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നു. നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ, നമ്മളങ്ങനെയൊക്കെ ചിത്രത്തിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ടത് കണ്ടിട്ടില്ലല്ലോ ഈ പ്ലാന്റ്. ഇത് കണ്ട, ഇതാണ് ഒരു ജഗ്ഗ് കണക്കാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് വെള്ളം അതിൻ്റെ ഒരു ലിക്വിഡാണിത്. ഇതിനകത്ത് ഒരു ശരിക്കും പ്രാണികൾ കാണാൻ പറ്റണ ഉറുമ്പുകളും കൊതുകും ഒരുപാട് ജീവികൾ ഇതിനകത്ത് കിടക്കുകയാണ്. ഇതിൻ്റെ ഭക്ഷണമാണ് ഇത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിനകത്തും ഉണ്ട്. ഇതിങ്ങനെ ഹാങ് ചെയ്താണ് ഇടേണ്ടത്, എന്നാലേ ഇപ്പോൾ താങ്ങി കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൂ. ഇതൊക്കെ ആദ്യം ഉണ്ടായ ഇതാണ്. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് ആദ്യം പുതിയ ടൈപ്പ് ഈ കളറായിരിക്കും, റെഡ് കളറിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. ഇതിന് കുറേ നാൾ കിടക്കും കേട്ടോ. ഇത് പഴകി വരും തോറും കളറിങ്ങനെ മാറി വരും. നല്ല ഭംഗിയല്ലേ ഈ പ്ലാന്റ്. ഇതിന് ഉറുമ്പും ഈച്ച ഇതൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണം. ഇതിന് നമ്മൾ വളമായിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ലെന്നാണ് പറയണത്. ഞാൻ അവർ ഇങ്ങനത്തെ ചട്ടിയിലാണ് പോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവർ മണ്ണ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ മണ്ണ് തൊടാനേ മണ്ണ് ഒട്ടും പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ മണ്ണും തൊണ്ടും ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന് ഒരു വളവും വേണ്ട. ഇതിന് വെള്ളം മാത്രം. വെള്ളം ഡെയിലി നനച്ച് കൊടുക്കണം. വെള്ളം ഇതിന് അത്യാവശ്യമാണ്, എന്നും വെള്ളം കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഭക്ഷണം ഇത് തന്നെയാണ്. ഇതിനെന്ന് പറഞ്ഞാൽ ഉറുമ്പും കൊതുക് ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് ഭക്ഷിക്കണതെന്നാണ് പറയണത്. ഇതിനകത്ത് കിടന്നിട്ട് അതാണ് അതിൻ്റെ ഫുഡ് എന്നാണ് പറയണത്. പിന്നെ ഇതിന് വെയിൽ വേണ്ട, വെളിച്ചം വേണം. ചെറിയ ചൂടുള്ള വെളിച്ചം വേണം. നേരിട്ടുള്ള മഴ വീണിടത്തൊന്നും വയ്ക്കാൻ പാടില്ല. അല്ലാത്ത ഷെയ്ഡിൽ ഓർക്കിഡൊക്കെ വയ്ക്കും പോലെ തന്നെ നമുക്ക് ഇതിനെ വയ്ക്കാം. ഇതിന് പിന്നെ വേറെ കീടബാധയോ പുഴുശല്യോ അങ്ങനെയൊന്നും ഇതിൽ വലുതായിട്ട് ഉണ്ടാവില്ല. ഇത് നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന് വേറെ ഒരു ഇതുമില്ല, നമുക്കിങ്ങനെ വെച്ചൊരു ഭംഗിക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് ഇരിക്കും ഈ പ്ലാന്റ്. ഇത് നല്ല ഇതായിട്ട് തൈയൊക്കെ ഉണ്ടാക്കുന്നതിന് ഭയങ്കര പാടാണ്. അവർ പറഞ്ഞ് ചകിരി ചോറ് അല്പം ചാണകപ്പൊടിയും കൂടെ ഇട്ട് കെട്ടി വെക്കാൻ പറഞ്ഞ്. അങ്ങനെ ഒരെണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. തൈ ആവോ ഇല്ലേന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇനി ഇത് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് ഈ പോട്ടൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ചകിരിച്ചോറും പെർലൈറ്റും ഇട്ട് പ്രത്യേക ഒരു ഹാങ്ങിങ് ആയിട്ടൊന്ന് പോട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ഇതിനെപ്പറ്റി എല്ലാം അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും കയ്യിലുണ്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് അനുഭവമുള്ളവർ ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ വരണവരെല്ലാം വന്ന് പിടിച്ചു നോക്കണത് ഈ പ്ലാന്റിലാണ്. ഇതിലെന്തിനാണ് സംഭവം എന്ന്. ജഗ്ഗ് കണക്ക് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് വെള്ളവും ഉണ്ടല്ലാന്ന്. വെള്ളത്തിനകത്ത് അത്രയും ഉറുമ്പാണ്. എല്ലാത്തിനകത്തും ഉണ്ട് കേട്ടോ. ഉറുമ്പ്, ഈച്ച, കുഞ്ഞു പാറ്റ എന്തൊക്കെയോ കിടക്കണ്. ഒരുപാട് ഇതുണ്ട്. നല്ല ഭംഗിയായിട്ടെ. റേറ്റ് ഇത്തിരി ഉണ്ട്. എന്നാലും കൂട്ടുകാർ എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരെണ്ണം വാങ്ങിച്ച് വയ്ക്കണം. നല്ല പ്ലാന്റ്. എല്ലാ മക്കൾക്കും എല്ലാം കാണാൻ എല്ലാവർക്കും ഒരു കൗതുകമായിരിക്കും എന്താണ് എന്ന് അറിയാൻ. ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഈ പ്ലാന്റ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ് ചെയ്ത് ഷെയർ കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.